നമസ്കാരം, എല്ലാവർക്കും ലോസ് ആൻഡ് റെക്കോർഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന MG നരേഗ അഥവാ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും അതിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തെക്കുറിച്ചുമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ഗ്രാമീണർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. MG നരേഗ എന്ന പേര് മാറ്റി പുതിയൊരു സംവിധാനത്തിലേക്ക് രാജ്യം മാറുകയാണ്. എന്താണ് ഈ പുതിയ പദ്ധതി? എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ? നമുക്ക് വിശദമായി നോക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന ഈ പുതിയ പദ്ധതി 2025 ഡിസംബറിൽ പാർലമെൻറ്റിൽ പാസാക്കിയ നിയമപ്രകാരം MG നരേഗയ്ക്ക് പകരക്കാരനായി. പ്രധാന മാറ്റം: മുൻപ് 100 ദിവസത്തെ തൊഴിലായിരുന്നു ഉറപ്പു നൽകിയിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം അത് 125 ദിവസമായി വർദ്ധിപ്പിച്ചു. ലക്ഷ്യം: 2047 ഇന്ത്യയെ ഒരു വികസിത ഭാരതമാക്കുക. വികസിത് ഭാരത് VB എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ മാറ്റം. എന്തുകൊണ്ടാണ് ഈ മാറ്റം? തൊഴിലുറപ്പ് പദ്ധതി കേവലം കുഴിയെടുക്കൽ മാത്രമല്ല, മറിച്ച് നാടിന് ഗുണകരമായ ആസ്തികൾ, അതായത് ഡ്യൂറബിൾ അസറ്റ് സൃഷ്ടിക്കുന്ന ഒന്നായി മാറണം എന്ന ചിന്തയിൽ നിന്നാണ് ഈ മാറ്റമുണ്ടായത്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പദ്ധതികൾ, ജലസുരക്ഷ ഉറപ്പാക്കൽ എന്നിവയ്ക്കാണ് പുതിയ പദ്ധതി മുൻഗണന നൽകുക. നിയമങ്ങളും ആനുകൂല്യങ്ങളും: ഭരണഘടനയുടെ വിഭാവനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കാണുന്നത്. ഫണ്ടിംഗ്: മുൻപ് കേന്ദ്ര സർക്കാർ ഭൂരിഭാഗം തുക നൽകിയിരുന്നെങ്കിൽ ഇനി മുതൽ സംസ്ഥാനങ്ങൾ 40% തുക വഹിക്കേണ്ടി വരും. സീസണൽ പോസ്: കൃഷി സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ വർഷത്തിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. സാങ്കേതിക വിദ്യ: കൃത്യമായ ഹാജർ രേഖപ്പെടുത്താൻ മൊബൈൽ ആപ്പുകളും അഴിമതി തടയാൻ ആധാർ അധിഷ്ഠിത പണമിടപാടുകളും നിർബന്ധമാക്കി. രസകരമായ വസ്തുതകളും കഥകളും: ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽ ദാന പദ്ധതിയാണിത്. പല ഗ്രാമങ്ങളിലും പട്ടിണി മാറ്റാൻ ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട്. പുതിയ മാറ്റത്തോടെ മഹാത്മാഗാന്ധി എന്ന പേര് ഒഴിവാക്കിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും തൊഴിൽ ദിനങ്ങൾ കൂടിയത് സാധാരണക്കാർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. പേരെന്തു തന്നെ ആയാലും പാവപ്പെട്ടവൻ്റെ വയറ് നിറയുന്ന നാടിന് ഗുണകരമായ പദ്ധതിയായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലോസ് ആൻഡ് റെക്കോർഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.